അഡ്വക്കേറ്റ് സേനാപതി വേണു, എന്തിനാണ് കോൺഗ്രസ് പാർട്ടി രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തത്? അല്ല, അങ്ങ് ഇവിടെ ആദ്യം പറഞ്ഞതുപോലെ ഒരു MLA-ക്ക് നേരെ, ഒരു രാഷ്ട്രീയ നേതാവിന് നേരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ, അദ്ദേഹം ഇന്ന് ആരോപണങ്ങളുടെ മുൾമുനയിൽ നിൽക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടൊരു പാർട്ടിക്ക് നടപടികൾ സ്വീകരിക്കേണ്ടതായിട്ട് വരും. ആ നടപടികൾ സ്വീകരിക്കുന്നതിന്റെ തുടക്കം എന്ന നിലയിലാണ് ഒരു പാർട്ടിക്ക് ചെയ്യാൻ പറ്റുന്ന ആദ്യഘട്ടം എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക പദവിയായിരുന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റുകയും അദ്ദേഹം KPCC-യിൽ അംഗമായിരുന്നു, KPCC നിർവാഹക സമിതി, അതിൽ നിന്ന് ഒഴിവാക്കുകയും ഇപ്പോൾ അദ്ദേഹത്തെ പാർട്ടിയുടെ പ്രാഥമികമായ അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇപ്പൊ അങ്ങ് ചോദിക്കുന്ന ഒരു ചോദ്യം, എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ നിയമസഭാ സാമാജികത്വം അത് രാജിവെക്കാൻ കോൺഗ്രസ് പാർട്ടി ആവശ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. നമ്പ്യാർ, എനിക്ക് ആമുഖമായിട്ട് സൂചിപ്പിക്കാനുള്ളത്, ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ ഒരുപാട് ആലോചിക്കേണ്ടതായിട്ടുണ്ട്. അത് വെറുതെ ഞങ്ങൾ ആലോചിക്കുന്നതല്ല, കോൺഗ്രസ് പാർട്ടിക്ക് ഈ കാര്യത്തിൽ വളരെ ആലോചന നടത്തേണ്ടതായിട്ടുണ്ട്. കാരണം അദ്ദേഹത്തെ ബലിയാടാക്കേണ്ടതുണ്ടോ, അദ്ദേഹം ഒരു ബലിമൃഗമാകേണ്ടതുണ്ടോ എന്ന് കോൺഗ്രസ് പാർട്ടിക്ക് വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, നമ്മളറിയണം, കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലം, 1.5 ദശാബ്ദക്കാലമായി ഒരുപാട് കോൺഗ്രസ് നേതാക്കൾക്ക് നേരെ ഈ ലൈംഗിക ആരോപണം, സമാനമായതോ അതിനേക്കാൾ ഹീനമായതോ ഒക്കെ ആയ ആരോപണങ്ങൾ, പലതും കേസും വിചാരണകളും ഒക്കെ നടന്നതാണ്. ചിലരുടെ കാസറ്റ് റിക്കവർ ചെയ്യാനായിട്ട് വാഹനവും സംഘവും എല്ലാം തമിഴ്നാട് വരെ പോവുകയും ചില മന്ദിരങ്ങളിൽ കണ്ട വികൃതമായ കാഴ്ചകളെ കുറിച്ചൊക്കെ ഒരുപാട് പേരുടെ വിവരണങ്ങളും ഇതെല്ലാം നമ്മൾ കേട്ടതാണ്. വളരെ ഹീനമായ രീതിയിൽ പലരെയും ആക്ഷേപിക്കുകയും അവർക്കെതിരെ കേസുകൾ ഉണ്ടാവുകയും FIR രജിസ്റ്റർ ചെയ്യുകയും CBI പോലുള്ള അന്വേഷണ ഏജൻസികൾ പോലെ അന്വേഷണം നടത്തി അവസാനം അതെല്ലാം പുകമറ പോലെ പോവുകയും ഇവരൊക്കെ നിരപരാധികളാണ് എന്ന് ബോധ്യപ്പെട്ട് കോടതിയുടെ വിധികൾ വന്നിട്ടുള്ളതുമാണ്. അപ്പൊ ഞാൻ വിനീതമായിട്ട് ചോദിക്കാനുള്ള ചോദ്യം, കോൺഗ്രസ് വിധികളൊന്നും വന്നിട്ടില്ല കേട്ടോ. അന്വേഷണ ഏജൻസി ഇവർക്കെതിരെ, ഈ ആരോപണ വിധേയർക്കെതിരെ തെളിവുകൾ ഇല്ല എന്ന് കണ്ടെത്തി. കോടതിയിലോട്ട് പോയിട്ടില്ല ഇത്. അല്ല, വൺസ് റിപ്പോർട്ട് ഫയൽഡ്, തിരുവനന്തപുരത്തെ CBI കോടതിയിൽ ഈ കേസിന് തെളിവില്ല എന്ന് പറഞ്ഞ് കോടതിയിൽ റിപ്പോർട്ട് ഫയൽ ചെയ്യുകയും കോടതി അത് സ്വീകരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് വേറെ തർക്കമൊന്നുമില്ലല്ലോ. 173 പ്രകാരം അന്വേഷണം പൂർത്തീകരിച്ച് CRPC പ്രകാരം അത് അവർ കുറ്റപത്രം സമർപ്പിച്ചു, കുറ്റപത്രം അല്ലെങ്കിൽ കുറ്റപത്രത്തിന് സമാനമായത്, ഇതിന് തെളിവുകളില്ല എന്ന് പറഞ്ഞ് കോടതി അത് സ്വീകരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതൊരു ഒരു നിയമപ്രക്രിയ അവിടെ അവസാനിക്കുകയും ചെയ്തല്ലോ. അപ്പോ എന്റെ വിനീതമായ ഒരു ചോദ്യം അനിൽ നമ്പ്യാരെ, ഇന്നല്ലെങ്കിൽ നാളെ ഇപ്പൊ അദ്ദേഹം കുറ്റവാളിയാണ് അല്ല, രണ്ടെണ്ണമാണല്ലോ ഇതിന്റെ സാഹചര്യമുള്ളൂ. ഐദർ ഗിൽറ്റി ഈസ് പ്രൂവ്ഡ് ഓർ നോട്ട് പ്രൂവ്ഡ്. ഇനി അങ്ങനെ പ്രൂവ് ചെയ്യാതെ വരുന്ന ഒരു കാലഘട്ടത്തിൽ ഈ MLA സ്ഥാനം തിരിച്ചു കൊടുക്കാനായിട്ട് ഏതെങ്കിലും നിയമ സംവിധാനത്തിന് കഴിയത്തില്ല. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പാർട്ടി എന്ന നിലയിൽ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം, അദ്ദേഹം നിരപരാധിയാണ് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം ഞങ്ങൾക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റും. അദ്ദേഹത്തിന് പാർട്ടിയുടെ പ്രാഥമിക മെമ്പർഷിപ്പ് ഞങ്ങൾക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റും. പക്ഷേ അദ്ദേഹം നിരപരാധിയാണെന്ന് തെളിയുന്ന ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ MLA സ്ഥാനം ഒരിക്കൽ രാജിവെച്ചു കഴിഞ്ഞാൽ അത് തിരിച്ചു കൊടുക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് കഴിയില്ല. നമ്പർ 1. നമ്പർ 2, ഇത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ നമ്മുടെ നാട്ടിൽ ജനപ്രതിനിധികൾക്ക് നേരെ ഈ ലൈംഗിക ആരോപണങ്ങൾ ഉയരുന്നത്. ഞാൻ എൻ്റെ അറിവിലില്ല, ജയസൂര്യ സാർ വളരെ സൗമ്യനായി രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന ഒരാളായതുകൊണ്ട്, അദ്ദേഹം ആയതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ ചർച്ചയിൽ തന്നെ ഒരു സന്തോഷത്തോടു കൂടി പങ്കെടുക്കുന്നത്. കാരണം അദ്ദേഹം രാഷ്ട്രീയത്തെ വളരെ സൗമ്യമായും മാന്യമായും കൈകാര്യം ചെയ്യുന്ന ഒരാളാ എന്നുള്ളതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നു, അങ്ങനെ ഒരു പ്രീസിഡന്റ് ഇന്ത്യയിൽ എവിടെയെങ്കിലും, കേരളത്തിൽ വേണ്ട, ഇന്ത്യയിൽ എവിടെയെങ്കിലും ലൈംഗിക ആരോപണം ഉണ്ടായി എന്നതിന്റെ പേരിൽ ഒരാള് MLA സ്ഥാനോ MP സ്ഥാനോ രാജിവെച്ച ചരിത്രം എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. എന്റെ പരിമിതമായ അറിവിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അനിൽ നമ്പ്യാർ, ഞങ്ങൾ ഇപ്പോൾ ഈ കാര്യത്തിൽ, ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ അതിഹീനവും അതിനിഷ്ഠൂരവുമായ ആരോപണങ്ങൾ ഉയരുകയും അവരൊക്കെ ആരോപണത്തിന്റെ ശരശയ്യയിൽപ്പെട്ട് വീർപ്പ് മുട്ടുകയും അവസാനം ആ കേസുകളൊക്കെ വെറും ആരോപണങ്ങൾ മാത്രമായിരുന്നു എന്ന് തെളിയുമ്പോൾ അവർക്ക് തിരിച്ചു കൊടുക്കേണ്ടതൊന്നും തിരിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ ബലിയാടാക്കുന്നതിന് മുമ്പ് കോൺഗ്രസ് പാർട്ടി ഞങ്ങൾ 1000 വട്ടം ആലോചിക്കും. ആ ആലോചന മറ്റൊന്നുമല്ല, അതിനകത്ത് ഇപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്ന നിമിഷം വരെ ഇറ്റ് ഈസ് ഓൺലി ആൻ അലിഗേഷൻ.
അവിടെ പറഞ്ഞു കേട്ടു, ഇവിടെ പറഞ്ഞു കേട്ടു, ചില TV ചാനലുകളിലും അല്ലെ വാട്സാപ്പ് മെസ്സേജുകൾ മാത്രമാണ്. ഒരു FIR പോലും ഇന്ത്യയിലെ ഒരു കോടതിയിലും ഒരു നിയമ സംവിധാനത്തിന് മുമ്പിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടില്ല. ഒരു പോലീസ് സ്റ്റേഷനിലും ഇപ്പോൾ വരെ ഈ നിമിഷം നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന 7:30 മണി വരെ ഒരു FIR-ഉം ചർച്ച ചെയ്യപ്പെട്ടില്ല. പിന്നെ ധാർമ്മികതയുടെ വിഷയമാണ്. ആ ധാർമ്മികതയുടെ വിഷയം അത് നമുക്ക് എത്രമാത്രം ചർച്ച ചെയ്യാമെന്നുള്ളത് അത് നമുക്ക് ചർച്ച ചെയ്യാം. ആ കാര്യത്തിലൊന്നും തർക്കമില്ല. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, ഒരു പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസിന് എടുക്കാവുന്ന നിലപാടുകൾ ഞങ്ങൾ എടുത്തു കഴിഞ്ഞു. ഇനി അങ്ങോട്ടുള്ളത് അദ്ദേഹത്തിന്റെ MLA സ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അത് ഒരു കോടതിയിൽ അദ്ദേഹം കുറ്റക്കാരനാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ അതേ 30 ദിവസം ജയിലിൽ കിടക്കുന്നവന്റെ മന്ത്രിസ്ഥാനവും മുഖ്യമന്ത്രി സ്ഥാനവും ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി പോകുമെന്ന് പറഞ്ഞ് നിയമം പാർലമെന്റ് പാസ്സാക്കിയതുപോലെ ഇദ്ദേഹം ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ 2 വർഷത്തിനപ്പുറം മോറൽ ടർപ്പിറ്റ്യൂഡിലുള്ള ഒരു കേസാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അയാളുടെ സ്ഥാനം അത് പോകുമെന്നുള്ള നിയമം നിലനിൽക്കുന്ന ഒരു നാട്ടിൽ അത് നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ. ഒരു കോൺഗ്രസ് പാർട്ടിക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഞങ്ങളത് പ്രാഥമികമായിട്ട് ചെയ്തിരിക്കുന്നു. അത് തന്നെയാണ് ഈ കാര്യത്തിൽ സുവ്യക്തമായി ഞങ്ങളുടെ നിലപാട് എന്ന കാര്യം 1ാം ഫേസിൽ ശ്രീ നമ്പ്യാർ ഞാൻ അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുക, അല്ലെങ്കിൽ ഈ ഡിബേറ്റ് മുമ്പിൽ സമർപ്പിക്കും.